ബുദ്ധിയൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ സർ. ഹലോ, ഓ അത് ശരി, നമ്മളെ വിട്ട് തനിച്ച് ഇതായിരുന്നല്ലേ പരിപാടി. അവളോട് ചെറിയൊരു ആരാധന തനിക്കും തോന്നി തുടങ്ങിയല്ലേ? ചെറിയ തരത്തിലല്ലടാ, വലിയ തരത്തിൽ. അതിപ്പോ ആരാധനയൊന്നുമല്ല, ഒരു തരം അംഗീകരിക്കൽ. അല്ലടാ, അവള് നന്നായി പാടി. നമ്മോട് അവൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഇനി അഥവാ ശത്രുവാണെങ്കിൽ പോലും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നന്നായതിനെ നല്ലതെന്ന് പറയണ്ടേ? അങ്ങനെ അവളുടെ മുന്നിൽ ഇവനും പ്ലാൻ. നടക്ക് റെക്കോർഡിങ്ങോ ഏതായാലും നടന്നില്ല. ഇനി നമുക്ക് കമ്പോസിംഗ് എങ്കിലും ഫിനിഷ് ചെയ്യാം. എന്നാലും എന്റെ മച്ചാ, ഡിയർ റെയിൻബോ, ഞാൻ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇന്ന് നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എങ്ങനെയെന്ന് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? വേണ്ട, ഞാനായിട്ടത് പറയുന്നില്ല. ആകട്ടെ, നീ പറയുന്നത് പോലെ തന്നെ സമയം ആകട്ടെ. ഞാൻ ഇന്നലെ സുന്ദരമായൊരു സ്വപ്നം കണ്ടു. നീ വലിയൊരു സദസ്സിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത്. അത് നീ അന്ന് എന്നോട് പറഞ്ഞ കറുപ്പും വെള്ളയും നിറമുള്ള ഫ്രോക്കായിരുന്നു നിന്റെ വേഷം. എൻ്റെ ഗ്രാൻഡ്മ പറയാറുണ്ട് എൻ്റെ ഗ്രാൻഡ്പയെ കുറിച്ച്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ദിവ്യജ്ഞാനം പോലെ പ്രവചിക്കുമെന്ന്. എനിക്ക് ദിവ്യജ്ഞാനം ഉണ്ടെന്നാണോ പറയുന്നത്? കലാകാരന്മാർ ദൈവത്തിന്റെ പരിച്ഛേദങ്ങളാണെന്നാണല്ലോ പറയാറ്. അപ്പൊ ചില കാര്യങ്ങൾ അറിയാനും മതി. നീ പറഞ്ഞു. അമ്മ പറയേ മനു, നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വന്നിരിക്കുക കുട്ടികള്. എന്ത് കാര്യം? കുറെ നേരം ആയല്ലോ, എന്നാ പിന്നെ പറഞ്ഞൂടെ? കാര്യം ഞാൻ പറയാം. ഇന്റർസോൺ ഫെസ്റ്റിവൽ വരികയാണ്. കോളേജ് തലത്തിൽ ഇവക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിന് അതുകൊണ്ട് ഇന്റർസോണിൽ നല്ല ടഫ് മത്സരമായിരിക്കും. ഊട്ടി മ്യൂസിക് കോളേജിൽ നൈല എന്നൊരു കുട്ടിയുണ്ട്. 2-3 ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോ ഒരു TV ഷോയിലും പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു നെഗളിപ്പ് തണ്ടു അവക്ക്. ഇത്തവണ എന്തായാലും അവളെ ഞങ്ങൾക്ക് തറ പറ്റിക്കണം. ഓ, അപ്പൊ അതാ കേസ്. കുട്ടി അവളെ പാടി തോപ്പിക്കാൻ പോന്നല്ലേ? അതെ, ഇവളാണ് ശ്രുതി. ചേട്ടൻ വലിയ സംഗീതജ്ഞനായി നടക്കുകയല്ലേ, നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് തരണം. അവളൊന്ന് തോൽക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ എന്തു? പക്ഷെ പാടുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത്. തനിക്ക് ജയിക്കാൻ വേണ്ടി പാടണം, അപ്പോഴേ ലക്ഷ്യത്തിലെത്തൂ. പിന്നെ ആ കുട്ടിക്ക് ഇത്തിരി ഹെഡ് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ശബ്ദം അതറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവ അവൾക്ക്. പാട്ട് ഞാൻ തരാം, നന്നായി പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സർ. സാറോ? ഇവളും നിങ്ങളും ഒക്കെ എനിക്ക് ഒരേപോലെയാ. ഏട്ടാന്ന് വിളിച്ചാൽ മതി. നീ ഈണമിട്ട് തന്ന ഈ ഗാനം നാളെ ഞാൻ മറ്റൊരു സദസ്സിൽ പാടാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനകൾ എനിക്കൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഒരാൾ മത്സരത്തിൽ ജയിക്കുമ്പോൾ മറ്റുള്ളവർ തോറ്റു എന്ന അർത്ഥത്തിലാകരുത്. ആ മത്സരത്തിൽ അയാൾ നന്നായി, നാളത്തെ മറ്റൊരു വേദിയിൽ മറിച്ചോ ആകാം. സംഗീതത്തിൽ പ്രത്യേകിച്ചും ജയവും തോൽവിയും ഒന്നുമില്ല, എത്തിപ്പെടലുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും നേരുന്നു. എന്തു തരം സദസ്സിലാണ് നീ പാടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു മത്സരവേദി ആയിരിക്കണം. Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
എന്താടാ എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ലടാ മച്ചു, അമർ ആ ഫ്രോഡ് എന്തിനാന്നറിയില്ല, നീ ഇല്ലാതെ തനിയൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരിക്കുക. അതാ കാര്യം. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എടാ നിങ്ങൾ ചുമ്മാ ചെല്ലേ, അവൻ എന്തെങ്കിലും കോൺഫിഡൻഷ്യലായി പറയാനുണ്ടാവും. അതിനിപ്പോൾ എന്താ? അതിനെന്താന്നോ, അതും പ്രത്യേകിച്ച് നീ ഇല്ലാതെ എന്ന് പറയുമ്പോൾ. എടാ ഒന്നും സീരിയസ് ആയിരിക്കില്ല, നിങ്ങൾ ചെല്ലേ, പോയി നോക്ക്. ഇനിയിപ്പോ നൈല കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ അക്കു ജോൺ വാ ഇരിക്കിരിക്ക. എന്താ കുടിക്കാൻ? കോഫിയോ കൂൾ ഡ്രിങ്ക്സോ? ജ്യൂസ് ആയിക്കോട്ടെ. 2 ജ്യൂസ് ക്യാബിനിലേക്ക്. ഇവനെന്തോ കാര്യം സാധിക്കാണ്ട്. അതെ, ഇനി കാര്യം പറയാലോ. നമുക്കൊരു ഭാഗ്യം കൈവന്നിട്ടുണ്ട്. ഒരു ഗൾഫ് പ്രോഗ്രാം, അതും ദുബായിലോട്ട്. പക്ഷേ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നൈല നിർബന്ധമായും വേണമെന്നാണ്. അതാണ് അവരുടെ പ്രധാന അട്രാക്ഷൻ. ആ കുട്ടി ഇപ്പൊ TV പ്രോഗ്രാമിലൊക്കെ പാടിയപ്പം പോപ്പുലാരിറ്റി കൂടിയില്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ മനുവിനെ കൂട്ടാതെ വരാൻ പറഞ്ഞതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിപ്പോ ആ കുട്ടി എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തന്നെ വെച്ചോ. പക്ഷെ ഇവനുണ്ടെങ്കിൽ അവള് വരില്ല. അങ്ങനെ ആ കുട്ടി പറഞ്ഞോ? അല്ല, പറഞ്ഞില്ല, പക്ഷെ പറയും. അമരെ, ആദ്യം നീ ആ കുട്ടി വരുമെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ഞങ്ങളുടെ കാര്യം, മനു ഇല്ലാണ്ട് ദുബായ് എന്നല്ല ചന്ദ്രനിലേക്കാണെങ്കിൽ പോലും ഞങ്ങളില്ല. എടാ എടാ അമരെ, ഇപ്പോഴുള്ള അർഫാസ് അമർ എന്ന നിന്റെ ഈ വളർച്ചയിൽ മനുവിനുള്ള പങ്ക് നീ മറന്നു കളയരുത്. എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നീ ഇല്ലാതെ ഞങ്ങളില്ല, അത് തന്നെ. മാത്രമല്ല, 2 പറയണം നോങ്ങി വെച്ചിട്ട് കുറച്ച് കാലായി. അതിപ്പോ സാഹചര്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു. അതിപ്പോ ആ കുട്ടി പോകാൻ തയ്യാറായിട്ട് വേണ്ടേ? അവളെ സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടിയുടെ പോപ്പുലാരിറ്റി വിറ്റ് കാശാക്കാൻ പദ്ധതി ഇട്ടിരിക്കുക ആ ഫ്രോഡ്. ആ കുട്ടി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ അവനറിയും? ഞാനിന്ന് വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരുന്നു. എന്തുപറ്റി? ഞാൻ എൻ്റെ ഏരിയയിൽ ചെറുതായി അറിയപ്പെടുന്നൊരു സിംഗറാണ്. ആണോ? അതിനാണോ നീ വിഷമഘട്ടത്തിലായത്? അതെ, എൻ്റെ സുഹൃത്ത് ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, മിസ്റ്റർ അർഫാസ് അമർ. പറയാതിരിക്കാൻ വയ്യ, ഒരു ചെറിയ അല്പത്തുള്ളവനാണ്. എൻ്റെ പേരും പറഞ്ഞ് ഒരു ഗൾഫ് പ്രോഗ്രാം തരപ്പെടുത്തിയിട്ടുണ്ട് കക്ഷി. നല്ല കാര്യമല്ലേ, നീ പോകുന്നില്ലേ? സോറി അമർ, അമറിനെ അറിയാത്ത ഒരുപാട് ചുറ്റുപാടുകളുണ്ട് എനിക്ക്. ഒരാഴ്ചത്തെ കാര്യമില്ലുള്ളൂ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഉത്തരവാദിത്വമാണ് ഞാൻ എൻ്റെ റെയിൻബോയോട് ഏറ്റെടുത്തിരിക്കുന്നത്. റെയിൻബോയോ? അതാര്? എൻ്റെ അജ്ഞാത സുഹൃത്ത്. ചാറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെ അതേക്കുറിച്ച് പറയാം അമർ. സോ ഈ പ്രോഗ്രാമിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം.
ഓഡിഷൻ ഈസ് ഓവർ. Yes! Grandma! Grandma! എന്താ മോളെ? എന്താ? റെയിൻബോയുടെ ഡ്രീം കോമ്പസിഷൻ അവൻ പൂർത്തിയാക്കി ഗ്രാൻഡ്മ. നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ മോളെ. വി ആർ വെരി ഹാപ്പി. കൺഗ്രാറ്റുലേഷൻസ്. ഇനി പറ, എവിടെ വെച്ചാ നമ്മള് കാണുക? ഗ്രാൻഡ്മ പറയുന്നു വീട്ടിലേക്ക് വരാൻ. എവിടെയാണ് നീ? ഇനിയെങ്കിലും പറ, നമുക്ക് ഈ സിംഫണി പുറത്തിറക്കണ്ടേ? ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. അന്ന് കാണാന്ന് പറഞ്ഞ ദിവസം നീ വരാതായപ്പോ ഞാൻ മനസ്സിലാക്കിയത് നീ ഇവിടെ അടുത്തൊന്നും അല്ല എന്നാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ, അതായത് ഞാൻ ഊട്ടിയിൽ തന്നെ ഉണ്ട്. കമ്മിങ് സൺഡേ ഈവനിങ് 5 o'clock റോസ്മേരി പ്രിൻസസിന്റെ കല്ലറക്കരികിൽ നമുക്ക് കണ്ടുമുട്ടാം. നഷ്ടപ്രണയത്തിന്റെ നൊമ്പരം പേറി മരണത്തിലേക്ക് നടന്നുപോയ ആ പ്രണയ രാജകുമാരിയുടെ കല്ലറയിൽ ചെവി വെച്ചാൽ പ്രണയിച്ച് കൊതി തീരാത്ത ആ പ്രണയിനിയുടെ ഹൃദയമെടുപ്പ് യഥാർത്ഥ കവിതാക്കൾക്ക് കേൾക്കാമെന്നാണ് പറയപ്പെടുന്നത്. ആ ബീറ്റ്സ്, അത്തരം ഒരു ബീറ്റ്സിൽ നിന്നല്ലേ നമ്മുടെ സിംഫണിയുടെ തുടക്കവും. ഹായ് നൈല. എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ പിയാനോ. പിയാനോ? ദിസ് ഇസ് ഗിറ്റാർ, നോട്ട് പിയാനോ. നൈല, നൈല, ഹായ്. ഹായ്. ഇവനെന്താ ഇവിടെ? അവളെ എന്തിനു കുറ്റപ്പെടുത്തണം? അവളുടെ മുന്നിൽ ഞാൻ ആരാണ്? ഒരു കീബോർഡിസ്റ്റ്. ഏതെല്ലാം പ്രോഗ്രാമുകളിൽ സ്റ്റേജിൻ്റെയും സ്റ്റുഡിയോകളുടെയും ഓരം പറ്റി അന്നത്തെ വായനയ്ക്ക് കൂലി വാങ്ങിപ്പോകുന്ന എത്രയോ കലാകാരന്മാരായ തബലിസ്റ്റുകളും കീബോർഡിസ്റ്റുകളും. അതിലൊരുത്തനല്ലേ അവൾക്ക് ഞാനും? അതല്ല ഞാൻ. അവളുടെ മുന്നിൽ ഞാൻ മനുവാണ്, കീബോർഡിസ്റ്റ് മനു. അവൾക്ക് വേണ്ടത് റെയിൻബോയാണ്. യെസ്. ആ പറടാക്കൂ. എവിടെ? ഞാനെത്തി. നീ എവിടെയായിരുന്നു? കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്കിൾ ബോധം വന്നപ്പോൾ നിന്നെ ചോദിച്ചിരുന്നു. ഡാ, വിഷമിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. ആരാണ് റെക്സ് അലക്സാണ്ടറിന്റെ കൂടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആള്? എന്താ ഡോക്ടർ? ഓ, നിങ്ങളാണോ മനു? ഇടയ്ക്ക് നിങ്ങളുടെ പേര് പറഞ്ഞിരുന്നു. ഹിസ് കണ്ടീഷൻ ഇസ് വെരി ഡെലിക്കേറ്റഡ്. ഇവിടെ ഫർദർ ട്രീറ്റ്മെന്റിനുള്ള സഫീഷ്യന്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് യു ബെറ്റർ ടേക്ക് ഹിം ടു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിനെ മെഡിക്കൽ കോളേജിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഒരു ഡോക്ടറും 2 നഴ്സുമാരും കൂടെ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ജോണേ, നീ എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ എൻ്റെ കൂടെ. ഞങ്ങൾ വരാടാ. നൈല, പാല് കുടിക്ക്. എനിക്ക് പാലും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞു
ഒന്ന് പറ്റിക്കായിരുന്നു എന്നെ. ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു എനിക്കും റെക്സണിലും.